Hello my dear children. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കി പ്രോബ്ലംസ് നമ്മളിപ്പോൾ ഏതൊക്കെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യണമെന്ന് അറിയാലോ. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ 8ാം ക്ലാസ്സിലെ കേരള സിലബസ് 8ാം ക്ലാസ്സിലെ മാത്സിലെ സെക്കൻഡ് ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ്. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ് ആണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം എക്സസൈസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്കതിൻ്റെ ബാക്കിയുള്ള പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ സെക്കൻഡ് പ്രോബ്ലം പേജ് നമ്പർ 18 അതിലെ സെക്കൻഡ് പ്രോബ്ലം ആണിത്. നമുക്ക് പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കാം. ഇൻ ദ ട്രയാങ്കിൾ ഷോൺ ബിലോ AB is equal to QR, BC is equal to RP, CA is equal to PQ. അപ്പോൾ അവർ കുറച്ച് സൈഡുകൾ ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ PQR. ഓക്കെ, എന്നിട്ട് അവർ പറയാണ് AB QR ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ഇതിൽ AB? ഈ സൈഡ് അല്ലേ. അപ്പോൾ ABയും പിന്നെ ഇതിലേതാണ് ABയുടെ ഈക്വൽ സൈഡ് ഏതാണ്? QR ആണ്. QR എന്ന് പറയുന്നത് ഏതാണ്? ഇത്. അപ്പോൾ നമുക്കതിനെ ഒരു വര ഇട്ടിട്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട്. അപ്പോൾ ഈ സൈഡിന് ഞാൻ ഒരു വര കൊടുത്തിട്ടുണ്ട്, ഈ സൈഡിന് ഒരു വര കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം. സൈഡ് ABയും RQ ആണ് ഈക്വൽ. ഇനി അടുത്ത സൈഡ് BC ഈക്വൽ ടു RP. BC എവിടെയാ? ഇതാണ് BC അല്ലേ. അപ്പോൾ അതിന് ഞാൻ രണ്ട് വര കൊടുക്കുന്നുണ്ട് BC. ഇനി അതിന് ഈക്വൽ ആയിട്ടുള്ള ഇവിടുത്തെ ഈ ട്രയാങ്കിളിന്റെ സൈഡ് ഏതാണ്? RP. RP എവിടെയാണ്? RP. അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് വര കൊടുത്തു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഇതും ഈക്വൽ ആണെന്നും ഇതും ഈക്വൽ ആണെന്നും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. നമ്മളിങ്ങനെ ഒരു വര അതുപോലെ രണ്ട് വര അങ്ങനെ ഡിനോട്ട് ചെയ്താൽ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് സൈഡുകൾ ഏതൊക്കെയാണ് ഈക്വൽ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇങ്ങനെ ഇതിന്ന് അത് നമ്മൾ പിക്ചറിലൊന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് CA is equal to PQ. CA ഏതാ? ഇത് അല്ലേ, CA. അപ്പം ഞാൻ 3 വര കൊടുത്തിട്ടുണ്ട്. അത് ഇവിടുത്തെ PQനോടാണ് ഈക്വൽ. അപ്പോൾ ഇതാണ് PQ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വായിക്കാതെ തന്നെ നമുക്ക് ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും ഏതൊക്കെയാണ് ABയും RQ ആണ് ഈക്വൽ. കാരണം അതിനെയാണ് നമ്മൾ സെയിം ഒരു വര കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ആ സൈഡിന്. അടുത്തത് CB, ഇവിടെ RP ഈക്വൽ ആണ്. കാരണം അതിനാണ് നമ്മൾ രണ്ട് വര കൊണ്ട് ഡിനോട്ട് ചെയ്തു. കാരണം നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ ക്വസ്റ്റ്യനിൽ. അടുത്തത് ACയും PQയും ഈക്വൽ ആണ്. 3 വര കൊണ്ട് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ പിക്ചറിൽ നോക്കി മനസ്സിലാക്കാം ഏതൊക്കെ സൈഡാണ് ഈക്വൽ എന്ന്. ഓക്കെ, ഇങ്ങനെ നമ്മൾ വര കൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ. ഇനി അടുത്തത് അവർ ചോദിക്കുന്നത് കാൽക്കുലേറ്റ് ആംഗിൾ C ഓഫ് ട്രയാങ്കിൾ ABC ആൻഡ് ഓൾ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ PQR എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് ആംഗിൾ C. അത് നമുക്ക് ഇവിടുത്തെ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യണം, ആംഗിൾ C കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഈ സെക്കൻഡ് ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി ഈ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിലെ A ആംഗിളും B ആംഗിളും അവർ തന്നിട്ടുണ്ട്. ആംഗിൾ A 40 ഡിഗ്രി, ആംഗിൾ B 60 ഡിഗ്രി. ആംഗിൾ C നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആംഗിൾ Pയും ആംഗിൾ Qയും ആംഗിൾ Rഉം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ട്രയാങ്കിളിലെ 3 ആംഗിളിൻ്റെയും സം എന്താണ്? 3 ആംഗിളുകളാണല്ലോ ഒരു ട്രയാങ്കിളിൽ. ആ 3 ആംഗിളുകളും കൂടെ നമ്മൾ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 180 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, 180 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഈ 180 ഡിഗ്രി എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് ആംഗിളുകൾ തന്നിട്ടുണ്ട്, 40, 60. അപ്പോൾ ആംഗിൾ A is equal to 40, ആംഗിൾ B is equal to 60. അങ്ങനെയാണ് ഈ രണ്ട് ആംഗിളുകളും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 100 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്കറിയാം ആംഗിൾ Aയും ആംഗിൾ Bയും ആംഗിൾ Cയും കൂടി കൂട്ടിയാൽ നമുക്ക് 180 കിട്ടണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഒരു ട്രയാങ്കിളിലെ 3 ആംഗിളും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ, അതായത് Aയും Bയും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 100 കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ആംഗിൾ C കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 100ന് 180 മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് 180 മൈനസ് 100 ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 80 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആംഗിൾ C എത്രയാണ്? 80 ഡിഗ്രിയാണ്. ഓക്കെ,
അപ്പോൾ നമുക്ക് ആംഗിൾ സി കിട്ടി 80 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ അവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ആംഗിൾ സി ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി, അതിലെ സി എന്ന് പറയുന്ന ആംഗിൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 80 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്കതിവിടെ 80 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് നമുക്ക് ഈ സെക്കൻഡ് ട്രയാങ്കിളുകളിലെ എല്ലാ ആംഗിളുകളും കണ്ടുപിടിക്കണം. അതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഈക്വൽ സൈഡുകളുടെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തപ്പോൾ പഠിച്ചതാണ്. അപ്പോൾ അതേ മെത്തേഡാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കൂ, എ ബി എന്ന സൈഡ് അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? 80 അല്ലേ? അപ്പോൾ ഇവിടെ എ ബി എന്ന സൈഡ് ഈക്വൽ ആയിട്ട് ഇവിടെ ആരാണുള്ളത്? ആർ ക്യൂ. അപ്പോൾ ആർ ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് ആരാണ്? പി. അപ്പോൾ ഈ പി എന്ന ആംഗിളും ഈ സി എന്ന ആംഗിളും അവിടെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്? ഈ ഈക്വൽ ലെങ്ത് ഉള്ള സൈഡിൻ്റെ, അതായത് ഇത് ഈക്വൽ സൈഡാണ് നമ്മൾ തന്നിട്ടുണ്ട് ഓക്കെ ക്വസ്റ്റ്യനിൽ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിളുകൾ, അതായത് ഇവിടെ ഈ 1 എന്ന് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന സൈഡ്, ഇവിടെ ഞാൻ 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന സൈഡ്, അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ നോക്കാം. ഇവിടെ സിയും ഇവിടെ ഏതാണ്? പിയും ആണ്. അപ്പോൾ ഈ പിയും ഈ സി എന്ന് പറയുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓൾറെഡി സി 80 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ പിയും എത്രയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ഓക്കെ അപ്പോൾ അതിൻ്റെ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെയിം സൈഡുകളുടെ സെയിം ലെങ്ത് ഉള്ള സൈഡുകളുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ എ ബി എന്ന് പറയുന്ന സൈഡും ഇവിടുത്തെ ആർ ക്യൂ എന്ന് പറയുന്ന സൈഡും സെയിം ലെങ്ത് ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അല്ലേ? എ ബി ഇസ് ഈക്വൽ ടു ക്യൂ ആർ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ നോക്കാം. നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇവിടെ പിയും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് 80 ആണ്. അതായത് ആംഗിൾ സി 80 ആണ്. അപ്പോൾ ആംഗിൾ സി 80 ആണെങ്കിൽ ആംഗിൾ പിയും എന്തായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. ബിക്കോസ് they are the opposite angles of the sides having same length. ഓക്കെ, അടുത്ത നമുക്ക് എന്താ എഴുതാം? അടുത്ത ആംഗിൾ അടുത്ത സൈഡ് നോക്കൂ, സെക്കൻഡ് സൈഡ്, അതായത് ബി സി. ഇവിടെയോ പി ആർ അല്ലേ? അപ്പൊ ബി സി എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആരാണ്? ആംഗിൾ എ അല്ലേ? അപ്പൊ ഇവിടെ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ഇവിടുത്തെ ആംഗിൾ ഏതായിരിക്കും? സെക്കൻഡ്, അതായത് 2 എന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവർ ഈക്വൽ ആണല്ലോ ഈ 2 സൈഡുകളും. അപ്പോൾ ഇവിടുത്തെ സി ബിയുടെ ഇവിടെ ഈക്വൽ ആയിട്ട് വരുന്നത് പി ആർ ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ക്യൂ ആണ്. അപ്പോൾ ഈ എയുടെ അതേ അളവായിരിക്കും ഇവിടെ ആംഗിൾ ക്യൂവിന്. കാരണം അവർ സെയിം ലെങ്ത് ഉള്ള സൈഡാണ് അല്ലേ? അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ക്യൂവും ഇതിൻ്റെ ഓപ്പോസിറ്റ് എയും ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ 40 ആണെങ്കിൽ ആംഗിൾ ക്യൂവും 40 ആണെന്ന് പറയാം. ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി. ഇനി നമുക്ക് ഒരു ആംഗിളും കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ ചെയ്തില്ലെങ്കിലും നമുക്കതൊന്ന് മനസ്സിലാവും. എന്നാലും നമുക്കൊന്ന് നോക്കാം. 3 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ. എ സി ഇവിടെയോ 3 എന്ന് മാർക്ക് ചെയ്തത് പി ക്യൂ. അപ്പോൾ എ സിയുടെ ഓപ്പോസിറ്റ് ആരാണ്? ആംഗിൾ ബി. ഇവിടെ എ സിയുടെ പി ക്യൂൻ്റെ ഓപ്പോസിറ്റ് ആരാണ്? ആംഗിൾ ആർ. അപ്പോൾ ഈ ആംഗിൾ ആറും ആംഗിൾ ബിയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി അല്ലേ? ആംഗിൾ ബിയും ആംഗിൾ ആറും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ അത് നമുക്ക് 60 ഡിഗ്രി ആണെന്ന് കിട്ടി. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിൽ എല്ലാ ആംഗിൾസും കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് എന്താണ്? നമ്മൾ അവർ ചോദിച്ച ചോദ്യത്തിൽ ആംഗിൾ സി കണ്ടുപിടിച്ചു, അതുപോലെ ഇപ്പോഴത്തെ ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിച്ചു. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേ പോയിന്റാണ് നമ്മളിവിടെ ഓർക്കേണ്ടത്. അതായത് സെയിം ലെങ്ത്തിലുള്ള സൈഡുകളുടെ ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാ ആംഗിളുകളും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് പഠിക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കിനി തേർഡ് പ്രോബ്ലത്തിലേക്ക് പോകാം. തേർഡ് പ്രോബ്ലം എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. ഇൻ ദ ട്രയാങ്കിൾസ് ഗിവൺ ബിലോ എ ബി സി ഈക്വൽ, 2 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ഒന്ന് എ ബി സി, ഒന്ന് പി ക്യു ആർ. ഓക്കെ, ഏതൊക്കെയാണ് 2 ട്രയാങ്കിൾസ്? എ ബി സി പി ക്യു ആർ എന്ന് തന്നിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് എ ബി ഇസ് ഈക്വൽ ടു ക്യു ആർ. എ ബി എന്ന് പറയുന്നത് ഈ സൈഡ് അല്ലേ? ഓക്കെ, അത് ഇവിടുത്തെ ക്യു ആറുമായിട്ട് ഈക്വൽ ആണെന്ന്. ക്യു ആർ ഇതല്ലേ? അപ്പോൾ ആ 2 സൈഡ് ഈക്വൽ ആണ്. അടുത്തത് ബി സി ഈക്വൽ ടു പി ക്യു. ബി സി എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? ഞാൻ 2 ലൈൻ വെച്ചിട്ട് വരയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് സൈഡ് മനസ്സിലാവാനായിട്ട്. ഈക്വൽ ടു പി ക്യു എന്ന് പറയുമ്പോൾ ഏതാ? ഈ സൈഡ് അല്ലേ? ഇതും ഇതുമാണ് ഈക്വൽ. ബി സി ആൻഡ് പി ക്യു ആർ ഈക്വൽ. ദെൻ തേർഡ് സൈഡ് എ സി ആൻഡ് പി ആർ അല്ലെങ്കിൽ ആർ പി അല്ലേ? സി എന്ന് പറയുന്നത് ഈ സൈഡ്. അപ്പോൾ അത് 3 ലൈൻ കൊണ്ട് ഞാൻ ഡിനോട്ട് ചെയ്യുന്നുണ്ട്.
ഇവിടെ അതിന് ഈക്വൽ ആയിട്ട് പി ആർ ആണ്. പി ആറിനും ഞാൻ 3 ലൈൻ വെച്ചിട്ട് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ലൈൻസും എന്താണ് ഈക്വൽ, സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എല്ലാ സൈഡുകളും ഏതൊക്കെ സൈഡുകളാണ് ഈക്വൽ എന്ന് അവർ തന്നത് വെച്ച് നമ്മളിവിടെ ഫിഗറിൽ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫിഗറിൽ നോക്കിയാൽ നമുക്കിപ്പോൾ എന്ത് മനസ്സിലാവും? എ ബി എന്ന് പറയുന്ന സൈഡും ആർ ക്യു എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ്. അതുപോലെ 2 വര കൊടുത്തിരിക്കുന്ന ആൾക്കാണ് ബി സിയും പി ക്യുവും ഈക്വൽ ആണ്. അതുപോലെ എ സി അല്ലെങ്കിൽ സി എയും ആർ പിയും ഈക്വൽ ആണ്. അപ്പോൾ ഈക്വൽ സൈഡുകൾ കിട്ടിയല്ലോ. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് അതർ 2 ആംഗിൾസ് ഓഫ് ഈച്ച് ട്രയാങ്കിൾ. ഈ 2 ട്രയാങ്കിളിൻ്റെയും ബാക്കിയുള്ള ആംഗിൾസ് നമുക്ക് കാണാം. അവർ തന്നിരിക്കുന്ന ആംഗിൾ എ 60 എന്നും ഇവിടെ ആംഗിൾ ക്യൂ 70 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ബാക്കി ആംഗിൾ ബിയും ആംഗിൾ സിയും നമ്മൾ കാണണം. അതുപോലെ ഇവിടുത്തെ ആംഗിൾ പിയും ആംഗിൾ ആറും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതെങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം നമുക്ക് ഇതിൽ തന്നെ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? സെയിം ലെങ്ത്തുള്ള സൈഡുകളുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾസ് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ആംഗിൾ 60 ആരുടെ ഓപ്പോസിറ്റാ? ഈ ബി സിയുടെ ഓപ്പോസിറ്റ് അല്ലേ? ഇവിടെ ബി സിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ 60 ആണെങ്കിൽ ഈ ബി സിക്ക് ഈക്വൽ ആയിട്ട് ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്ന ലൈൻ ഏതാണ്? പി ക്യു ആണ് അല്ലേ? 2 ലൈൻ ഇട്ട് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പി സിയും പി ക്യും ഈക്വൽ ആണ്. അപ്പോൾ ആ ബി സിയുടെ ഓപ്പോസിറ്റ് 60 ആണെങ്കിൽ ഇവിടെ കിടക്കുന്ന പി ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന 6ഉം 60 ആയിരിക്കില്ലേ? അതാണല്ലോ നമ്മൾ പഠിച്ചത്. ഒരേ ലെങ്ത്തുള്ള സൈഡുകളുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ 60 എന്ന് പറയുന്നത് ഈ ബി സിയുടെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇവിടുത്തെ ബി സിക്ക് ഇവിടെ തുല്യമായിട്ടുള്ള സൈഡ് പി ക്യു ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ ആർ. അപ്പോൾ നമുക്ക് ആംഗിൾ ആർ എന്ത് എഴുതാം? 60 ഡിഗ്രി എന്ന് എഴുതാം അല്ലേ? ഇവിടെ ആംഗിൾ എയുടെ 60 ഡിഗ്രി എന്ന് പറയുന്നത് ബി സിയുടെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ സെയിം ലെങ്ത് ആണ് പി ക്യൂവിന്. പി ക്യൂവിൻ്റെ ഓപ്പോസിറ്റും അപ്പോൾ എത്ര തന്നെയായിരിക്കും? 60 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടത്തെ നോക്കാലോ. ഈ ക്യൂ എന്ന് പറയുന്നത് പി ആറിൻ്റെ ഓപ്പോസിറ്റ് ആണ്, ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ്. ഈ പി ആറിന് ഈക്വൽ ആയിട്ട് ഇവിടുത്തെ ഏത് സൈഡാണ് വരിക? എ സി അല്ലേ? എ സി. പി ആറിന് ഞാൻ 3 ലൈൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പി ആറും പി ആർ ഇസ് ഈക്വൽ ടു ഇതാ പി ആർ അല്ലെങ്കിൽ ആർ പി ഇസ് ഈക്വൽ ടു സി എ. പി സൈഡാണ് ഈക്വൽ. പെട്ടെന്ന് മനസ്സിലാവാനാണ് നമ്മൾ ഈ 3 ലൈൻ വെച്ചിട്ട് ഒരേ ലൈൻ കൊടുത്ത് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. എ സിയും പി ആറും ഈക്വൽ ആണ്. അപ്പോൾ ഈ പി ആറിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ഈ ക്യൂ കിടക്കുന്നത്? അതല്ലേ 70. അപ്പോൾ ഇവിടെ കിടക്കുന്ന എ സിയുടെ ഓപ്പോസിറ്റ് ബി ആണ്. അപ്പോൾ അതും 70 ആയിരിക്കില്ലേ? ഇത് 70 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്? സെയിം ലെങ്ത് ഉള്ള സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകളും ഈ സെയിം ലെങ്ത് ഉള്ള സൈഡുകളാണ് അല്ലേ? ഇത് 2 പേരും. അതിൻ്റെ ഓപ്പോസിറ്റ് ഇത് 70 ആണെങ്കിൽ അപ്പോൾ ഇതും 70 ആയിരിക്കും. മനസ്സിലായില്ലേ? അടുത്തത് ഇനി നമുക്കൊരു സൈഡും കൂടെ ഉള്ളൂ. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ഇതിപ്പോൾ 2 ആംഗിൾ കിട്ടിയല്ലോ ഒരു ട്രയാങ്കിളിൻ്റെ. 2 ആംഗിൾ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ 2 ആംഗിളും ആഡ് ചെയ്തിട്ട് 180 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളുകളും ആഡ് ചെയ്താൽ നമ്മൾ പറഞ്ഞു അല്ലേ 180 ഡിഗ്രി ആണെന്ന്. 3 ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ 60 70 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 60 + 70 ചെയ്തിട്ട് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 60 + 70 130 എന്ന് കിട്ടും. ഈ 130 ഈ 180 നമുക്ക് മൈനസ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 50 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 50 ആയിരിക്കും. അത് തന്നെയല്ലേ ഇവിടെയും 60 70 തന്നെയാണ് ഇവിടുത്തെ 2 സൈഡ്. അപ്പോൾ അത് ആഡ് ചെയ്താലും ഇത് തന്നെ നമുക്ക് 130 തന്നെ കിട്ടും. നമ്മൾ 180 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും 50 എന്ന് കിട്ടും. അതും എന്താണ്? സെയിം സൈഡിൻ്റെ കണ്ടോ? സെയിം സൈഡാ. എ ബി ആർ ക്യൂ സെയിം ലെങ്ത് ഉള്ള സൈഡാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളാണ് ഇവിടെ പി. ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സി. അപ്പോൾ സിയും പിയും ഈക്വലായി. അത് എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രി. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ട്രയാങ്കിളിൽ 3 ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. അപ്പോൾ 2 ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ആ 2 ആംഗിൾ ആഡ് ചെയ്തിട്ട് 180 മൈനസ് ചെയ്താൽ മതി. ആ കിട്ടുന്നതായിരിക്കും തേർഡ് ആംഗിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 50 ഡിഗ്രി തേർഡ് ആംഗിൾ എന്ന് കിട്ടി. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്ന എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ എടുത്ത് എഴുതാം. ആംഗിൾ എ നമുക്ക് 60 കിട്ടിയിട്ടുണ്ട്. ആംഗിൾ ബി നമുക്ക് 70 കിട്ടിയിട്ടുണ്ട്. ആംഗിൾ സി നമുക്ക് 50 കിട്ടിയിട്ടുണ്ട്. അടുത്ത് ഇവിടെയോ ആംഗിൾ പി 50 കിട്ടിയിട്ടുണ്ട്. ആംഗിൾ ആർ 60 കിട്ടിയിട്ടുണ്ട്. ആംഗിൾ ക്യൂ 70 കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആംഗിൾ. നമ്മളിവിടെ ഓർക്കേണ്ട ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. എന്താണ്? ആംഗിൾസ് ഓപ്പോസിറ്റ്
the sides having same length are same. Okay. അതായത് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ സൈഡ്സ് ഹാവിങ് സെയിം ലെങ്ത് ആർ സെയിം എന്ന് പറഞ്ഞാൽ എന്താ, അതായത് സെയിം ലെങ്ത്തിൽ വരുന്ന സൈഡുകളുടെ ഇവിടെ 1 എന്ന് പറയുന്നത് 2 അല്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്താണ്, ഇവിടെ 50, ഇതാ ഇവിടെയും 50. ഓക്കെ, ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ചെയ്തിരിക്കുന്നത് ഈ ഒരൊറ്റ പോയിന്റ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇത് എല്ലാവരും നോക്കുക, ചെയ്ത് പഠിക്കുക. ഓക്കെ, ഈ ഒരു പോയിന്റ് മറക്കാതിരിക്കുക. പിന്നെ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തരുമ്പോൾ അത് ഈ ഫിഗറിൽ ഇതുപോലെ നോട്ട് ചെയ്താൽ, അതായത് ഈ ലൈൻസ് വെച്ച് നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏതൊക്കെയാണ് സെയിം സൈഡ് എന്ന്. അപ്പോൾ സെയിം ലെങ്ത്തുള്ള സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ ഈക്വലാന്ന് നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ 2 ആംഗിൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ആംഗിൾ കാണാൻ 180 അത് ആ 2 ആംഗിൾ ആഡ് ചെയ്തിട്ട് 180 നമ്മളത് എന്ത് ചെയ്താൽ മതി, സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 3rd ആംഗിൾ കിട്ടും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഈ ഒരു കോൺസെപ്റ്റ് മാത്രം നിങ്ങളിതിൽ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നമുക്കിനി 4th പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, 4th പ്രോബ്ലം എന്താണ്, ക്വസ്റ്റ്യൻ നമുക്ക് റീഡ് ചെയ്ത് നോക്കാം. ദ ഡയഗണൽസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ. ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതുപോലെ 4 സൈഡുള്ള ഒരു ഫിഗറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ക്വാഡ്രിലാറ്ററൽ. ഇവിടെ നമുക്ക് അതിന് പേരൊന്നും കൊടുത്തിട്ടില്ല, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് പേര് കൊടുത്തിട്ട് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഈ ക്വാഡ്രിലാറ്ററലിന് PQRS എന്ന് പേര് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ABCD ആണ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം, വിരോധമൊന്നുമില്ല. അപ്പോൾ പേര് കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എഴുതുന്നതിനൊക്കെയാണ് കറക്റ്റായാൽ മതി, അല്ലാതെ പേര് കൊടുക്കുന്നത് ഏതായാലും അവിടെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ PQRS എന്നുള്ള പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഡയഗണൽസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ സ്പ്ലിറ്റ് ഇൻ ടു ട്രയാങ്കിൾസ്. ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ ഇത് അതിൻ്റെ ഒരു ഡയഗണൽ അല്ലേ. ഡയഗണൽ നമുക്ക് അറിയാമല്ലേ, ഓപ്പോസിറ്റ് കോർണറുകൾ നമ്മൾ വരയ്ക്കുന്ന ജോയിൻ ചെയ്യുന്ന ലൈനാണ് എന്ത്, അതിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് Pയും Rഉം കൂടെ വരച്ച്, ഇതിപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ PQവും Sഉം, അതുപോലെ ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ Pയും Rഉം ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിളിലേക്ക് വരയ്ക്കുന്ന ഒരു ലൈനാണ് എന്ത്, ഡയഗണൽ. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. PR എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഡയഗണൽ. അപ്പോൾ ഈ ഡയഗണൽ ഈ ക്വാഡ്രിലാറ്ററലിനെ 2 ട്രയാങ്കിൾസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈക്വൽ ട്രയാങ്കിൾസ് ഒന്നും അല്ല, ട്രയാങ്കിൾസ് ആയി സ്പ്ലിറ്റ് ചെയ്യുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഡു ദീസ് ട്രയാങ്കിൾസ് ഹാവ് ദ സെയിം ആംഗിൾസ്? വൈ? അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾസിന് ആംഗിൾസ് സെയിം ആയിരിക്കുമോ, എന്തുകൊണ്ട്? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ പ്രൂവ് ചെയ്യാം? അവർ ഇവിടെ കുറച്ച് ലെങ്ത് ഒക്കെ തന്നിട്ടുണ്ട്. ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് അതായത് PS 4 സെൻറ്റിമീറ്റർ, SR 3 സെൻറ്റിമീറ്റർ, QR 3 സെൻറ്റിമീറ്റർ, PQ 4 സെൻറ്റിമീറ്റർ, അങ്ങനെ ലെങ്ത്തുകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഇതിൻ്റെ ആംഗിൾസ് സെയിം ആയിരിക്കുമെന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം ഈ പ്രോബ്ലം? നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു. നമ്മളിവിടെ ചെയ്തത് ഈ 4 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന സൈഡ് PQ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, PQ is equal to, ഈ സൈഡ് ഈക്വൽ അല്ലേ PS, അപ്പോൾ PQ is equal to PS എന്ന് എഴുതിക്കൂടെ? കാരണം PQ 4 സെൻറ്റിമീറ്റർ ആണ്, PS 4 സെൻറ്റിമീറ്റർ ആണ്. അടുത്തത് നോക്കിയേ, QRഉം RSഉം ഈക്വൽ അല്ലേ, അപ്പോൾ നമുക്ക് അത് എഴുതിക്കൂടെ? QS equal to RS അല്ലേ, അതായത് സോറി QS അല്ല QR, ഇത് QR is equal to RS. ഓക്കെ, അപ്പോൾ QR is equal to RS അങ്ങനെ നമുക്ക് എഴുതാം അല്ലേ. ഇനി നമുക്ക് ഒരു കാര്യം അറിയാലോ, ഈ ഡയഗണൽ എന്ന് പറയുന്ന ഈ വര PR അല്ലേ, PR എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിനും കോമൺ അല്ലേ. നോക്കൂ, ഈ ട്രയാങ്കിളിന്റെ പേരെന്താ, PSR അല്ലേ, ഈ ട്രയാങ്കിളിലെ PQR, രണ്ടിലും എന്താണ്, ഈ PR എന്ന് പറയുന്ന സൈഡ് കോമൺ ആണ് അല്ലേ. ഈ ട്രയാങ്കിളിന്റെ അടിഭാഗമല്ലേ ഇത്, ഈ ട്രയാങ്കിളിന്റെയും അടിഭാഗമല്ലേ അത്, അപ്പോൾ അത് സെയിം ആണ് അല്ലേ, 2 ട്രയാങ്കിളിലും സെയിം ആണ്, അപ്പോൾ അത് സെയിം ലെങ്ത് ആണ്. അപ്പോൾ PR is equal to PR എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഈ 2 ട്രയാങ്കിളുകളുടെയും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ ഏതൊക്കെയാണ്, ട്രയാങ്കിൾ PQRഉം
ഈ ട്രയാങ്കിളിന്റെ പേരെന്താണ്? ട്രയാങ്കിൾ PSR. PSR. ഇതാണ് നമുക്ക് കിട്ടുന്ന രണ്ട് ട്രയാങ്കിൾസ്. അവർ പറഞ്ഞല്ലോ ഈ ക്വാഡ്രിലാറ്ററലിനെ ഒരു ഡയഗണൽ കട്ട് ചെയ്തപ്പോൾ രണ്ട് ട്രയാങ്കിൾ കിട്ടിയെന്ന്. ആ രണ്ട് ട്രയാങ്കിളിന്റെ പേരാണ് PQR ഉം PSR ഉം. ഓക്കെ, PQR PSR. ഓക്കെ, അതിന്റെ സൈഡുകൾ ഈക്വൽ സൈഡുകളാണ് നമ്മളിവിടെ എഴുതിയത്. അതായത് ഈ സൈഡ് ഈക്വൽ ഈ സൈഡ്, അതായത് PQ ഇസ് ഈക്വൽ ടു PS, QR ഇസ് ഈക്വൽ ടു RS. പിന്നെ ഈ PR എന്ന് പറയുന്ന സൈഡ് രണ്ടെണ്ണത്തിന്റെ ഈക്വൽ ആണ്. അപ്പൊ ഞാൻ PR ഇസ് ഈക്വൽ ടു PR എന്ന് എഴുതി. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാ സൈഡുകളും നമ്മൾ ഈക്വൽ ആണെന്ന് എഴുതി അല്ലേ? ഏതൊക്കെ സൈഡുകളാണ് ഈക്വൽ എന്ന് എഴുതി. ഇനി അടുത്തത് ഇതിൻ്റെയൊക്കെ ആംഗിളുകൾ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? ഈക്വൽ ലെങ്ത് ഉള്ള സൈഡുകളുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പൊ ഈ 4 എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ R അല്ലേ? അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ R അല്ലേ? അപ്പൊ ഇവിടെ നോക്കൂ, ഇതിന് ആംഗിൾ R എന്ന് പറയാൻ പറ്റില്ല, കാരണം ആംഗിൾ R എന്ന് പറയുന്നത് മൊത്തം വരും അല്ലേ? അപ്പൊ ഇതിന് ശരിക്കും പേര് തന്നെ പറയണം. ആ ആംഗിളിനെ നമുക്ക് എന്ത് പറയാം? ഈ ആംഗിളിന്റെ പേരെന്താ? PRQ അല്ലേ? അപ്പോൾ ആംഗിൾ PRQ is equal to, അപ്പോൾ ഈ 4ന്റെ നേരെ ഓപ്പോസിറ്റ് വന്ന ഈ ആംഗിൾ PRQ, അത് ഈ 4ന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും തുല്യമായിരിക്കില്ലേ അല്ലേ? സെയിം ലെങ്ത് ഉള്ള സൈഡുകളുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെയും എന്ത് തന്നെയായിരിക്കും? ഈ ആംഗിളും 4ന്റെ ഓപ്പോസിറ്റ് വരുന്നതാണ്. അപ്പൊ ഈ ആംഗിളിന്റെ പേര് എന്ത് കൊടുക്കാം? PRS. എങ്ങനെ കൊടുക്കാം? PRS. അപ്പോഴാണ് ഈ ആംഗിൾ വരിക അല്ലേ? ഈ ആംഗിളോ PRQ. അപ്പോഴല്ലേ ഈ ആംഗിൾ വരുന്നത്? ആംഗിളിന്റെ പേരൊക്കെ കൊടുക്കാൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ അറിയാവുന്നതാണ് അല്ലേ? അപ്പൊ അതൊന്നും ഇനി പഠിക്കേണ്ട, അതിലെന്തെങ്കിലും കൺഫ്യൂഷനുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ ടെക്സ്റ്റ് ഒക്കെ എടുത്ത് നോക്കി നന്നായി പഠിക്കുക എങ്ങനെയാണ് പേര് കൊടുക്കാന്നൊക്കെ. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഈ രണ്ട് ലൈൻ്റെ ഇടയിൽ വരുന്ന ആംഗിളല്ലേ അതാ. അപ്പോൾ PRQ. ഓക്കെ, ഇതാണെങ്കിലോ ഇവിടെ ഈ രണ്ട് ലൈൻ്റെ ഇടയിലാണ് ഈ ആംഗിൾ അല്ലേ? അപ്പോൾ PRS. ഓക്കെ, അപ്പോൾ PRQന് ഏത് ആംഗിളാണ് ഈക്വല്? PRS. PRS. ഓക്കെ, അടുത്തത് ഈ 3 സെന്റിമീറ്റർ. 3 സെന്റിമീറ്റർ അല്ലേ QR? ഇവിടത്തെയോ SR ഉം 3 സെന്റിമീറ്റർ. അപ്പൊ QRന്റെ ഓപ്പോസിറ്റ് വരുന്നത് ഏത് ആംഗിളാണ്? ഈ ട്രയാംഗിളില് P അല്ലേ? P എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ QPR. അപ്പൊ ആംഗിൾ QPR ഇസ് ഈക്വൽ ടു, QPR എന്ന് പറയുന്ന ആംഗിൾ ഇതാണ് അല്ലേ? QPR, അത് 3യുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ അല്ലേ? അതുപോലെ ഇവിടെയും 3യുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളാണ് ഇത് അല്ലേ? 3 സെയിം 3 തന്നെയാണ് ഇവിടെയും 3. അപ്പൊ ഈ 3യുടെ ഓപ്പോസിറ്റ് വരുന്നത് ഈ ആംഗിളിൽ എങ്ങനെ പേര് കൊടുക്കും? RPS അല്ലേ? ആംഗിൾ RPS അല്ലേ? RPS. ഈ രണ്ട് ലൈനിന്റെ ഇടയിലാണ് അല്ലേ ഈ ആംഗിൾ വരുന്നത്? ഈ 3യുടെ ഓപ്പോസിറ്റ്. ഇവിടെ ഈ 3യുടെ ഓപ്പോസിറ്റ് ഈ ട്രയാംഗിൾ, ഇതിന് ഒരു ട്രയാംഗിൾ, ഇത് രണ്ട് സെക്കൻഡ് ട്രയാംഗിൾ, അങ്ങനെ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ 3യുടെ ഓപ്പോസിറ്റ് ഇവിടെ QPR. ഇവിടെയോ ഈ 3യുടെ ഓപ്പോസിറ്റ് വരുന്ന ഈ പോർഷൻ, അതിന് RPS എന്നും കൊടുത്തു. അത് രണ്ടും ഈക്വൽ ആണെന്നും എഴുതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇത് കിട്ടി, ഇത് കിട്ടി, ഇത് കിട്ടി. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതും ഈക്വൽ ആണെങ്കിൽ ഈ ട്രയാംഗിളുകൾ തമ്മിലുള്ള ഈ ആംഗിളും പിന്നെ ഏതാണ്? ഈ ആംഗിളും ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലേ? അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് ഇത്, ഇതിന്റെ വരുന്ന ഓപ്പോസിറ്റ് ഇത്. അപ്പൊ ഇത് ഈക്വൽ ആയിരിക്കില്ലേ? ഇതും ഈക്വൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? അതിന്റെ ഈ സൈഡുകൾ ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പൊ അത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആംഗിൾ Q ഇസ് ഈക്വൽ ടു ആംഗിൾ S. ഓക്കെ, തേർഡ് സൈഡ് ഓഫ് ദ ട്രയാംഗിൾ. ഓൾറെഡി നമ്മൾ ഇതിന്റെ സൈഡുകളൊക്കെ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഇതിന്റെ ആംഗിളുകൾ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ രണ്ട് ട്രയാംഗിൾസ്, എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? ഡു ദീസ് ട്രയാംഗിൾസ് ഹാവ് ദ സെയിം ആംഗിൾസ്? വൈ? അതെന്താണ് കാരണം? യെസ്, ദീസ് ട്രയാംഗിൾസ് ഹാവ് same angles because they have sides of same length. അല്ലേ? സെയിം ലെങ്ത് വരുന്ന സൈഡുകളാണ് അവർക്കുള്ളത്, അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ്. സോ ഓപ്പോസിറ്റ് ആംഗിൾസ് of the sides having same length are same.
സെയിം. അതാണല്ലോ നമ്മൾ പഠിച്ച പോയിന്റ്. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ദ സൈഡ്സ് ഹാവിങ് സെയിം ലെങ്ത്. ഒരേ ലെങ്ത്തിൽ വരുന്ന സൈഡുകളുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് അവരെന്തായിരിക്കും? ദേ ആർ സെയിം. ഓക്കെ, അപ്പോൾ അതാണ് അതിന്റെ റീസൺ. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു? ഈ പ്രോബ്ലം സോൾവ് ചെയ്തു. ഇതുപോലെ നമുക്ക് ഈ ഒറ്റ പോയിന്റിലാണ് ഈ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു പോയിന്റ് മറക്കരുത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തെറ്റാതെ ഏതാണ് സൈഡ്, ഏതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ എന്നൊക്കെ മനസ്സിലാക്കി തന്നെ ചെയ്യാം. ഇവിടെ ആംഗിളിൻ്റെ പേര് കൊടുക്കുമ്പോൾ ആംഗിൾ പി എന്ന് കൊടുക്കരുത്. കാരണം ആംഗിൾ പി എന്ന് പറയുന്നത് മൊത്തമാണ്. പക്ഷേ അതിൽ ചെറിയ കഷ്ണമാണ് ഈ ട്രയാംഗിളിൽ പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ QPR എന്ന് തന്നെ കൊടുക്കണം. ഇതിന് SPR എന്ന് തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്ത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്. എല്ലാവരും ഈ പ്രോബ്ലം നന്നായിട്ട് ചെയ്ത് പഠിക്കാം. ഇനി നമുക്ക് 5th പ്രോബ്ലം ചെയ്ത് നോക്കാം. 5th പ്രോബ്ലം ഒന്ന് വായിക്കൂ. ഇൻ ദ ക്വാഡ്രിലാറ്ററൽ ABCD, ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട് അല്ലേ? ഇതാണ് ക്വാഡ്രിലാറ്ററൽ ABCD, ഈ ഒരു ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, അതിന് അവരുടെ കുറച്ച് സൈഡുകൾ ഈക്വലാന്ന് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? AB is equal to AD. അപ്പോൾ നമുക്ക് അതിന് മാർക്ക് ചെയ്യാം. AB എവിടെയാ? ഇതല്ലേ AB. AB. AD എവിടെയാ? AD. അപ്പോൾ ഇതിന് 1 1 ഞാൻ കൊടുക്കുന്നുണ്ട്. സെയിം സൈഡാണ് നമുക്ക് പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇതെന്താണ്? AB is equal to AD. അവർ തന്നിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് CB is equal to CD. CB, where is CB? CB is this one അല്ലേ? ഇതിന് ഞാൻ 2 വര വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നുണ്ട് ആ സൈഡിന്. CB അതുപോലെ CD ആണ് ഈക്വൽ ഈ സൈഡ് അല്ലേ? CD. അപ്പോൾ അതിന് ഞാൻ 2 വര വെച്ച് നോട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും DC BC ആണ് ഈക്വൽ. അതുപോലെ ഈ ഒരു വര കൊടുത്തിരിക്കുന്ന AD AB ആണ് ഈക്വൽ. അങ്ങനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പം ഇങ്ങനെ നമ്മൾ തന്നിരിക്കുന്ന സൈഡുകൾ ഈക്വൽ ആയിട്ടുള്ള ഏതൊക്കെയാണെന്ന് വെച്ചാൽ പിക്ചറിൽ ഇതുപോലെ വരകൾ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, സൈഡുകൾ. ഇനി അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി കാൽക്കുലേറ്റ് ഓൾ ദ ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവർ 2 ആംഗിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. DAC 30 എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ BCA എന്ന് പറയുന്ന ആംഗിൾ 50 ഡിഗ്രി എന്നും കൊടുത്തിട്ടുണ്ട്. ബാക്കി ആംഗിളുകളൊക്കെ നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ കാണണം, ഇത് കാണണം, ഇത് കാണണം, ഇത് കാണണം. അതായത് എന്നാലല്ലേ ക്വാഡ്രിലാറ്ററിന് എല്ലാ ആംഗിളും ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ബാക്കി എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്ത അതേ പോയിന്റ് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതാണ്? സെയിം സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് സെയിം ആയിരിക്കും. അപ്പോൾ നോക്കൂ, ഇവിടെ സെയിം സൈഡ് വരുന്ന ആരൊക്കെയാണ്? AB AD. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഇതിൻ്റെ ഓപ്പോസിറ്റ് ആരാ? ഈ ആംഗിൾ അല്ലേ? ഈ കുഞ്ഞ ആംഗിൾ. അതിൻ്റെ പേരെന്തായിരിക്കും? ACD. ഈ ആംഗിളിൻ്റെ പേരെന്താണ്? ACD അല്ലേ? അപ്പോൾ ACD എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും നോക്കാം. അപ്പോൾ അതിനു മുമ്പ് അത് എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് നോക്കൂ, AB എന്ന് പറയുന്നതും AD അല്ലേ ഈക്വൽ. ABയുടെ ഓപ്പോസിറ്റ് ആരാ? ഈ ആംഗിൾ അല്ലേ? അതായത് ACB എന്ന് പറയുന്ന ഈ ആംഗിൾ, ഈ കുഞ്ഞ ആംഗിൾ. ഈ കുഞ്ഞ ആംഗിളാണ് എന്ത്? ഈ സൈഡിൻ്റെ ABയുടെ ഓപ്പോസിറ്റ് വരുന്നത്. കാരണം ഈ ക്വാഡ്രിലാറ്ററൽ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ ക്വാഡ്രിലാറ്ററൽ നമ്മൾ ഡയഗണൽസ് കട്ട് ചെയ്യുമ്പോൾ 2 ട്രയാങ്കിളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ 2 ട്രയാങ്കിളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ ആംഗിളുകളൊക്കെ സ്പ്ലിറ്റ് ആവും അല്ലേ? അപ്പോൾ ഈ കുഞ്ഞ കഷ്ണമാണ്, സി മൊത്തമല്ല, ഈ ഒരു കുഞ്ഞ ഭാഗമാണ് ഈ ട്രയാങ്കിളിൽ വരുന്നത്. ഈ ആംഗിളാണ് ഈ ട്രയാങ്കിളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പേര് എഴുതുമ്പോൾ ACB എന്ന് തന്നെ എഴുതണം, ഈ 50 ഡിഗ്രിയുടെ ആംഗിളിനെ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്? AB എന്ന് പറയുന്ന സൈഡും AD എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ്. അപ്പോൾ അതൊന്നും ഇവിടെ എഴുതാം. AB is equal to AD. അവരുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകളാണ് ഏതൊക്കെ? ABയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആരാണ്? ABയുടെ ഓപ്പോസിറ്റ് ഇതല്ലേ? ഇതിൻ്റെ പേര് എന്ത് കൊടുക്കാം? ആംഗിൾ ACB എന്ന് കൊടുക്കാം. ACB അല്ലേ? ആംഗിൾ ACB ആണ് ഈ ABയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ. അത് എത്രയാണ്? 50 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ അതേ ലെങ്ത് തന്നെയല്ലേ ADക്കും. അപ്പോൾ ADയുടെ ഓപ്പോസിറ്റ് വരുന്ന ഈ C ഭാഗത്തിനും സെയിം ലെങ്ത് ആയിരിക്കില്ലേ? ഈ 50 തന്നെ ആയിരിക്കില്ലേ? അപ്പോൾ ഇവിടെയും എന്ത് തന്നെയായിരിക്കും? 50 ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലേ? 50 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പേരെങ്ങനെ എഴുതാം നമുക്ക്? ആംഗിൾ DCA അല്ലെങ്കിൽ ACD. C നടുക്കിൽ വരണം, അത്രയേ ഉള്ളൂ അല്ലേ ആംഗിളിൻ്റെ പേര് എഴുതുമ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ ACD is equal to 50 ഡിഗ്രി. അപ്പോൾ അത് രണ്ട് നമുക്ക് 50 എന്ന് കിട്ടിയല്ലോ. കാരണം സെയിം ലെങ്ത് ഉള്ള സൈഡുകളുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളുകൾ സെയിം ആയിരിക്കും.
ഇനി അടുത്തത് ഈ രണ്ട് സൈഡാണ് നമുക്ക് നോക്കേണ്ടത്. ഈ സൈഡിൻ്റെ ലെങ്ത് എത്രയാണ്? ഡി സി അല്ലെങ്കിൽ സി ഡി. ആ ലെങ്ത് തന്നെയല്ലേ ഈ ബി സിക്കും സെയിം ലെങ്ത് ആണല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾ നമുക്ക് ആദ്യം നോക്കാം. അപ്പം ഈക്വൽ സൈഡുകൾ ആരൊക്കെയാണ്? ഡി സിയും ബി സിയും ഈക്വൽ ആണ് അല്ലേ? അത് നമുക്ക് മനസ്സിലാവും. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ നോക്കാം. അപ്പം ഇതിൻ്റെ ഡി സി എന്ന് പറയുന്ന സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാ? ഈ ആംഗിൾ അല്ലേ, 30 എന്ന് എഴുതിയിരിക്കുന്ന ഈ കുഞ്ഞ് ആംഗിൾ. അതിൻ്റെ പേരെന്താണ്? ഡി എ സി. അപ്പോൾ ആംഗിൾ ഡി എ സി, ആംഗിൾ ഡി എ സി എത്രയാണ്? 30 ഡിഗ്രി എന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അതേ ലെങ്ത് തന്നെയല്ലേ ഈ ബി സിക്ക്. അപ്പോൾ ബി സിയുടെ ഓപ്പോസിറ്റ് ആരായിരിക്കും? ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിളാണ് ഈ കുഞ്ഞ് ഈ ആംഗിൾ അല്ലേ? അതിൻ്റെ പേരെന്താ? അതിൻ്റെ പേരാണ് ആംഗിൾ സി എ ബി അല്ലെങ്കിൽ ആംഗിൾ ബി എ സി. ഈ ഒരു ഭാഗം ഓക്കെ, ഇങ്ങനെ വേണമെങ്കിലും എഴുതാം, സി എ ബി. അപ്പോൾ ആംഗിൾ സി എ ബി ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഈ ഒരു കുഞ്ഞ് ആംഗിൾ നമുക്ക് എന്ത് കിട്ടി? 30 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇത് 30 കിട്ടി, ഇത് 30 കിട്ടി. അപ്പോൾ നമുക്ക് ഈ ആംഗിൾസ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഈ ആംഗിളുകൾ കണ്ടുപിടിക്കണ്ടേ? വേണ്ടേ? അപ്പോൾ നമുക്കറിയാം ഇതൊരു ട്രയാങ്കിൾ ആണ് അല്ലേ? ട്രയാങ്കിൾ ഏതാണ്? എ ഡി സി. ഈ ട്രയാങ്കിൾ എ ഡി സി നോക്കിയേ. അതുപോലെ ഈ ട്രയാങ്കിളോ? എ ബി സി. ട്രയാങ്കിൾ എ ബി സി. ഇതല്ലേ നമ്മുടെ രണ്ട് ട്രയാങ്കിൾസ്. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താ? ഒരു ട്രയാങ്കിളിൽ 3 ആംഗിളും കൂടെ ആഡ് ചെയ്താൽ 180 കിട്ടണം അല്ലേ? അപ്പോൾ നോക്കിയേ, ഇത് 30, ഇത് 50. ഈ ട്രയാങ്കിളിൻ്റെ ഏത് ട്രയാങ്കിളിൻ്റെ? എ ഡി സിയുടെ. അപ്പോൾ എ ഡി സിയുടെ 3 30 അതുപോലെ തന്നെ 50 ആഡ് ചെയ്തിട്ട് അല്ലേ? ബാക്കി ഈ ഡി അറിയില്ല, പ്ലസ് ആംഗിൾ ഡി നമുക്ക് അറിയില്ല. ഇത് ആംഗിൾ, ഈ ആംഗിൾ ഈ 30 അറിയാം, ഈ ആംഗിൾ നമുക്ക് 50 ആണെന്നും അറിയാം അല്ലേ? അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത് 3ഉം കൂട്ടിയ 180 ആയിരിക്കുമല്ലോ അല്ലേ? ഈ 30 50 ഈ ആംഗിൾ ഡിയും കൂട്ടിയ 180 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡി കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് നമ്മൾ ആഡ് ചെയ്യാം അല്ലേ? 80 പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 180. അപ്പം ആംഗിൾ ഡി അറിയില്ല, ആംഗിൾ ഡിനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 80നെ അവിടെ കൊണ്ടുപോയി സബ്ട്രാക്ട് ചെയ്താൽ പോരെ? 180 മൈനസ് 80 ചെയ്താൽ മതി. അപ്പോൾ ഇത് 100 കിട്ടുമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഇതെന്ത് കിട്ടി? 100 എന്ന് കിട്ടി. അപ്പോൾ ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 100 എന്ന് കിട്ടി. ഇത് 100 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 100 ആയിരിക്കും. കാരണം ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ഇത്. ഇത് തന്നെയല്ലേ ഇതിൻ്റെയും ഈ ഒരു ഡയഗണലും രണ്ട് ട്രയാങ്കിളിലും സെയിം ആണ് അല്ലേ? ഈ തേർഡ് സൈഡ്. അപ്പോൾ തേർഡ് സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഇത് 100 ആണെങ്കിൽ ഇതിന് നേരെ ഇപ്പുറത്ത് എടുക്കുന്ന സെയിം സൈഡിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസ് സെയിം ആയിരിക്കില്ലേ? അങ്ങനെയും കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെയും 30ഉം 50ഉം ആഡ് ചെയ്തിട്ട് 180 മൈനസ് ചെയ്താൽ മതി. നമുക്ക് സെയിം എന്ത് കിട്ടും? ഈ ഒരു സ്റ്റെപ്പ് തന്നെ ഇവിടെയും വരും അല്ലേ? കാരണം ഇതിൻ്റെയും ഇവിടെ 30 50 ഈ ബി എന്ന് പറയുന്ന ആംഗിളാണ് കാണേണ്ടത്. അപ്പോൾ ആംഗിൾ ബിയും നമുക്ക് എന്ത് കിട്ടും? 100 ഡിഗ്രി എന്ന്. ഈ ആംഗിളും നമുക്ക് 100 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ക്വാഡ്രിലാറ്ററലിൻ്റെ എല്ലാ ആംഗിളും കിട്ടി. അപ്പോൾ ഇവിടെ ക്വാഡ്രിലാറ്ററൽ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്ത് പറയണം. കാരണം ഇത് ഒറ്റ ആംഗിളാണ് ക്വാഡ്രിലാറ്ററൽ നോക്കുമ്പോൾ അല്ലേ? അപ്പം ഏതൊക്കെയാണ്? രണ്ട്, ഇവിടെ ഇതും 100 100. ഇതെത്രയാ? 30 30 നമ്മൾ 60. ഇതെത്രയാ? 100. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഇവിടെ വരയ്ക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതാക്കി വരയ്ക്കാം. ഈ ക്വാഡ്രിലാറ്ററൽ ഞാൻ ഡയഗണൽ വരയ്ക്കുന്നില്ല, ഡയഗണൽ വരയ്ക്കാതെ വരയ്ക്കുന്ന ഈ ക്വാഡ്രിലാറ്ററൽ, അതിൻ്റെ ഈ ആംഗിൾ നമുക്ക് 60 എന്ന് കിട്ടി. കാരണം ഇത് രണ്ടും ആഡ് ചെയ്താണ് ഈ ആംഗിൾ. ഈ ആംഗിളോ? ഈ ആംഗിൾ നമുക്ക് 100 എന്ന് കിട്ടി അല്ലേ? ഈ ആംഗിൾ എന്താണ് കിട്ടുന്നത്? 100 എന്ന് കിട്ടി. ഇനി ഈ ആംഗിൾ എത്ര കിട്ടി? 100 എന്ന് കിട്ടി. ഈ ആംഗിൾ എന്ത് കിട്ടി? 100 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് 100 ഇത് 100 ഇത് 100 ഇത് 60. ഇനി ഇത് ശരിയാണോ നോക്കാൻ ഇത് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടിയാൽ മതി? 360 കിട്ടിയാൽ മതി. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്വാഡ്രിലാറ്ററലിൻ്റെ 4 ആംഗിളുകൾ ആഡ് ചെയ്താൽ 360 കിട്ടുന്നു. അപ്പോൾ നമുക്ക് 360 കിട്ടുന്നുണ്ടോ നോക്കിയേ. ദാ 100 + 100 200, 200 + 100 300, 300 + 60 360. അപ്പോൾ നമുക്ക് ക്വാഡ്രിലാറ്ററൽ ആംഗിൾ ആഡ് ചെയ്തപ്പോൾ 360 കിട്ടിയല്ലോ. അപ്പോൾ ഇത് ശരിയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലത്തിൽ എല്ലാ ആംഗിളുകളും കണ്ടുപിടിച്ചത്. അപ്പോൾ വളരെ ഈസിയാണ്, പക്ഷെ തെറ്റാതെ നമ്മൾ ഓരോ ആംഗിളുകൾ ഇതുപോലെ എഴുതി ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ പോയിന്റ്സ് മനസ്സിലാക്കിയിരുന്നാൽ മതി, നമുക്ക് ഈസി ആയിട്ട് നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ കുറേ പ്രാവശ്യം നിങ്ങൾ സ്വയം
ഇപ്പം ഇങ്ങനത്തെ പ്രോബ്ലംസ് പിക്ചർ വരച്ച് സ്വയം ഈ ആംഗിൾസും കാര്യങ്ങളൊക്കെ എഴുതി നോക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തെറ്റുള്ളത് എവിടെയാണോ അവിടെ നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ വീഡിയോ കണ്ടിട്ടോ ഒക്കെ നിങ്ങളൊന്നുകൂടെ ആ തെറ്റ് മനസ്സിലാക്കി തിരുത്തി വീണ്ടും ഒന്നുകൂടെ ചെയ്ത് നോക്കുക. അങ്ങനെ സ്വയം ആ പ്രോബ്ലം ചെയ്യാൻ കിട്ടുന്നത് വരെ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോഴാണ് നമ്മൾ ആ പ്രോബ്ലം പഠിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് കാണുമ്പോൾ ഒക്കെ ഈസി ആയി തോന്നുമെങ്കിലും നമ്മൾ സ്വയം ചെയ്ത് അത് ശരിയാക്കുമ്പോഴാണ് ആ പ്രോബ്ലം നമുക്ക് മനസ്സിലായെന്ന് നമുക്ക് മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് ചെയ്ത് പഠിക്കാം. അടുത്ത സെറ്റ് പ്രോബ്ലങ്ങൾ ചെയ്ത് നോക്കാം. അതായത് പേജ് നമ്പർ 24 വരുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ പേജ് നമ്പർ 24 ഫസ്റ്റ് പ്രോബ്ലം, അതിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, സബ് ക്വസ്റ്റ്യൻസ്. അതിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താന്ന് ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിച്ചു നോക്കാം. In each pair of triangles below, find the sides of triangles on the right equal to the sides of the triangles of the left. അതായത് റൈറ്റിൽ കൊടുത്തിരിക്കുന്ന സൈഡിലെ ട്രയാങ്കിളുകളുടെയും അതുപോലെ ലെഫ്റ്റിലെ ട്രയാങ്കിളിൻ്റെ സൈഡുകളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഇതിൻ്റെ സൈഡുകളും ഇതിൻ്റെ സൈഡുകളും ഈക്വൽ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലം പോലെയൊക്കെ തന്നെയാണ്, ആ ഒരു പോയിന്റ് വെച്ച് തന്നെയാണ് നമ്മൾ ഇവിടെയും ഈ പ്രോബ്ലംസ് ചെയ്യുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ ഇവരെ തന്നിരിക്കുന്നത് ABC എന്ന് പറയുന്ന ട്രയാങ്കിളും ഇവിടെ PQR എന്ന് പറയുന്ന ട്രയാങ്കിളും തന്നിട്ടുണ്ട്. അതിൽ ആംഗിൾ A 50 ഡിഗ്രി, ആംഗിൾ B 70 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്, ഫിഗറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് PQRലെ ആംഗിൾ Q 70 ഡിഗ്രി എന്നും ആംഗിൾ R 50 ഡിഗ്രി എന്നും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സൈഡിൻ്റെ ലെങ്ത് ABയുടെ സൈഡ് 3 സെൻറ്റിമീറ്റർ ലെങ്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. RQവിൻ്റെ ലെങ്ത് 3 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് വേണം നമുക്ക് ഈ ട്രയാങ്കിളുകളുടെ ഇതിലെ ട്രയാങ്കിളുടെ സൈഡുകൾ തമ്മിൽ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ AB RQ ഈക്വൽ അല്ലേ? അപ്പോൾ നമുക്കത് എഴുതിക്കൂടെ? AB is equal to RQ എന്ന് എഴുതാം. കാരണം എന്താണ്? 3 സെൻറ്റിമീറ്റർ ആണ്. ബോത്ത് ആർ 3 സെൻറ്റിമീറ്റർ. അത് ഗിവൺ ആണ് അല്ലേ, നമുക്ക് തന്നിട്ടുണ്ട്. അത് രണ്ടും ഈക്വൽ ആണെന്ന്. ഇനി ഇവിടെ നോക്കിയേ, 50യുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാ? ഈ ആംഗിൾ 50 ഇവിടെ 50 ആണ്, ഇവിടുത്തെ ആംഗിളും 50 ആണ്. അപ്പോൾ അവരുടെ ഓപ്പോസിറ്റ്, സെയിം ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡും ഈക്വൽ ആയിരിക്കില്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെയിം ലെങ്ത് ഉള്ള സൈഡുകളുടെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പഠിച്ചു. അപ്പോൾ അത് തിരിച്ചും അതായത് സെയിം ആംഗിളുകളുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡിൻ്റെ ലെങ്ത്തും സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഈ 50യുടെ ഓപ്പോസിറ്റ് ആരാ? PQ. ഇവിടുത്തെ 50യുടെ ഓപ്പോസിറ്റ് ആരാ? BC. അപ്പോൾ ആ രണ്ട് സൈഡിൽ ഈക്വൽ ആണെന്ന് എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? BC is equal to ഇവിടെ 50ന്റെ ഓപ്പോസിറ്റ് PQ. അപ്പോൾ ആ സൈഡ് കിട്ടി അല്ലേ? BC നമുക്കിവിടെ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. BC എന്ന് പറയുന്ന സൈഡ് അല്ലേ? BC ഇവിടെ അല്ലേ? ഈ 50ന്റെ ഓപ്പോസിറ്റ് ഇവിടെ 1 അങ്ങനെ മാർക്ക് ചെയ്തു. അവർ രണ്ടുപേരും സെയിം ആണെന്ന് നമുക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? അവരുടെ ആംഗിളുകൾ, ഈ ആംഗിളുകൾ സെയിം ആണ് അല്ലേ? അതിൻ്റെ അതായത് ഇവിടുത്തെ ആംഗിൾ Aയും അതുപോലെ ഇവിടുത്തെ ആംഗിൾ Rഉം 50 ഡിഗ്രിയാണ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡുകളാണ് ആരൊക്കെ? BCയും ഇവിടെ RQവും. അപ്പോൾ അത് ഓൾറെഡി ഓപ്പോസിറ്റ് വരുന്നത് കൊണ്ട്, അതായത് ആംഗിളുകളുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആയതുകൊണ്ട് അത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ അത് ഈക്വൽ ആണെന്ന് ഇവിടെ എഴുതി, ആ സൈഡ് ഈക്വൽ ആണെന്ന് എഴുതി. ഇനി അടുത്തത് ഈ 70യുടെ ഓപ്പോസിറ്റ് ആരാ വരുന്നത്? ഇവിടെ ആംഗിൾ B 70 ആണ് അല്ലേ? ആംഗിൾ B 70 ആണ്. ഇവിടെ ആംഗിൾ Qവും എന്താണ്? 70 ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുകൾ ഈക്വൽ ആയിരിക്കില്ലേ? അപ്പോൾ ഇവിടെ 70ന്റെ ഓപ്പോസിറ്റ് ഇവിടെ AC അല്ലേ? ഇവിടെയോ PR. അപ്പോൾ AC ഈക്വൽ ടു PR എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 3 സൈഡുകൾ ഈക്വൽ ആണെന്ന് കിട്ടിയില്ലേ നമുക്ക്? 3 സെൻറ്റിമീറ്റർ ഇവിടെ ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മൾ ഈ ആംഗിളുകൾ വെച്ചിട്ട് കണ്ടുപിടിച്ചു. ഒന്നുമില്ല, സെയിം ആംഗിളുകളുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുകളും സെയിം ആയിരിക്കും. ആ ഒരു പോയിന്റ് വെച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ എഴുതിയത്? BCയും അതുപോലെ തന്നെ PQയും ഈക്വൽ ആണെന്ന്. ഓപ്പോസിറ്റ് sides of angles having same angle അല്ലേ?
അതായത് ആംഗിൾ സെയിം ആയിട്ടുള്ള ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുകൾ സെയിം ആയിരിക്കും. അപ്പോൾ ദ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദ ആംഗിൾസ് ഹാവിങ് സെയിം ആംഗിൾ അല്ലെങ്കിൽ സെയിം മെഷർമെൻ്റ് എന്ന് എഴുതാം. നമുക്ക് സെയിം ആയിട്ടുള്ള അളവുകളാണ് അവിടെ. സെയിം ആംഗിളുകളുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുകൾ സെയിം ആയിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതാം. ഇതിന് രണ്ടിനും നമുക്ക് അങ്ങനെ തന്നെയാണ് ഈ പോയിന്റ്സ് വരുന്നത്. അതായത് ഒരേ സെയിം ആംഗിളുകളുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുകൾ ഈക്വൽ ആണെന്നുള്ള ആ ഒരൊറ്റ പോയിന്റിൽ നിന്ന് നമുക്ക് ഈ 3 സൈഡുകളും ഈക്വൽ ആണെന്ന് എഴുതാം. അത്രയാണ് അവർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളൂ. അതായത് ഈ ട്രയാങ്കിളുകളുടെ ഈ 2 സൈഡിൽ വരുന്ന, അതായത് റൈറ്റിൽ വരുന്ന ട്രയാങ്കിളുകളുടെ സൈഡുകളും ലെഫ്റ്റിലത്തെ ട്രയാങ്കിളുടെ സൈഡുകളും ഈക്വൽ ആണെന്ന് കേട്ടോ. സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾസ് ഓൺ ദ ലെഫ്റ്റ്, ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾസ് ഓൺ ദ റൈറ്റ് ഈക്വൽ ടു ദ സൈഡ്സ് അല്ലെ, ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, ഈക്വൽ ആണ്. കാരണം എന്താണ്, സെയിം ആംഗിൾ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുകളുടെ ലെങ്ത് സെയിം ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. ആ പ്രോബ്ലത്തിൻ്റെ തൊട്ട് താഴെ വേറെ 2 ഫിഗർ കൊടുത്തിട്ടുണ്ട് ട്രയാങ്കിൾസിൻ്റെ, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്. 2 ഫിഗറിൻ്റെയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഒരെണ്ണം നമ്മൾ നേരത്തെ ചെയ്തു. ഇനി അടുത്തത് ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇതും ക്വസ്റ്റ്യൻ സെയിം ആണ്. ഇവിടുത്തെ സൈഡുകളും ഈ ട്രയാങ്കിളിൻ്റെ സൈഡുകളും ഈ ട്രയാങ്കിളിൻ്റെ സൈഡുകളും ഈക്വൽ ആണെന്ന് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാം? നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്സ് തന്നെയാണ്, ഒരു മാറ്റമില്ല. ഇവിടെ നോക്കിയേ, ഇത് ഏതാ ട്രയാങ്കിൾ? ഇത് ട്രയാങ്കിൾ LMN. ഇത് ട്രയാങ്കിൾ XYZ അല്ലേ, ട്രയാങ്കിൾ XYZ. ഇത്രയാണ് നമുക്കുള്ളത്. ഈ പിക്ചറിൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് നോക്കാം. എന്താ, LN അതുപോലെ XY എന്ന് പറയുന്ന 2 സൈഡുകളും 3 സെന്റിമീറ്റർ വീതമാണെന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? ആ 2 സൈഡും ഈക്വൽ ആണെന്ന് എഴുതാം അല്ലേ. അതുപോലെ ഇവിടെ ആംഗിൾ Lഉം ഇവിടെ ആംഗിൾ Yയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ആംഗിൾ Mഉം ഇവിടെ ആംഗിൾ M ഈക്വൽ ആണെന്നല്ല, ഇവിടെ ആംഗിൾ M 80 ആണെന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ X 70 ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല. 2 ആംഗിൾ അറിയാമെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് ഈസിയായി കണ്ടുപിടിക്കാം. 180 ആ 2 ആംഗിളും ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ 30 ഇവിടെ 80 ആണെങ്കിൽ ഈ തേർഡ് ആംഗിൾ എത്രയായിരിക്കും? 80 + 30 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും നിങ്ങൾക്ക്? 110 എന്ന് കിട്ടും അല്ലേ, 110. 110നെ നമ്മൾ 180 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 70 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ 70 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ആംഗിൾ N കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180 നമ്മൾ എന്ത് മൈനസ് ചെയ്താൽ മതി? ഈ 2 ആംഗിളുകളും ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതി. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ചെയ്തിട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ എന്ത് കിട്ടി? 70 എന്ന് കിട്ടും. അതുപോലെ ഈ ആംഗിൾ കണ്ടുപിടിച്ചൂടെ? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് 180 മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ ആംഗിൾ സെഡ് എന്ന് പറയുന്നത് 180 മൈനസ് ഇത് രണ്ടും ആഡ് ചെയ്തത് 70 ഡിഗ്രി + 30 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇത് എത്ര കിട്ടും? 180 മൈനസ് 100, അതായത് 80 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇത് 80 ഡിഗ്രി എന്ന് കിട്ടും, ഇത് 70 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ. നമുക്ക് 3 ആംഗിളുകളും കിട്ടി. ഇനി സൈഡുകൾ ഏതൊക്കെയാണ് ഈക്വൽ എന്ന് നോക്കിയാൽ പോരെ. സെയിം ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുകൾ ഈക്വൽ ആണ്. ആ ഒരൊറ്റ പോയിന്റ് നമ്മളിവിടെ നോക്കേണ്ട ആവശ്യമുള്ളൂ. നോക്കിയേ, 30യുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ആരാ? NM അല്ലേ. അപ്പോൾ സൈഡ് NMഉം ഇവിടെയോ 30യുടെ ഓപ്പോസിറ്റ് വരുന്നത് ആരാ? XZ. അപ്പോൾ NMഉം XZഉം ഈക്വൽ ആണ്. കാരണം എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ആംഗിൾ 30 ഡിഗ്രി അല്ലേ. ആംഗിൾ 30യുടെ ഓപ്പോസിറ്റ് വരുന്നതാണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ L ആൻഡ് ആംഗിൾ Y ഈക്വൽ ടു 30 ഡിഗ്രി. ഇതിൻ്റെ രണ്ടിൻ്റെയും 30 ഡിഗ്രിയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുകളാണ് ഏത്? NMഉം XZഉം. അടുത്തത് എന്ത് ചെയ്യാം? 80യുടെ ഓപ്പോസിറ്റ് നോക്കാം. അത് പക്ഷേ ഇവിടെ ഓൾറെഡി 80യുടെ ഓപ്പോസിറ്റ് 3 സെന്റിമീറ്റർ ഒരു തന്നിട്ടുള്ളത് കൊണ്ട് പിന്നെ നമുക്കത് അങ്ങനെ തന്നെ എഴുതിയാലും മതി. ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ അല്ലേ. ഇത് രണ്ടും 3 ആണെന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇതിൻ്റെ പേരെന്താ? LN അല്ലേ. LN ഈക്വൽ ടു സൈഡ് XY. അത് ഓൾറെഡി ഗിവൺ ആണ്. അപ്പോൾ അത് എഴുതി. ഇനി ഒരു സൈഡും കൂടി എഴുതും നമുക്ക് അല്ലേ. ആരുടെയാണ്? 70യുടെ ഓപ്പോസിറ്റ്. ഇവിടെ 70യുടെ ഓപ്പോസിറ്റ് ആരാ? LM. ഇവിടെ 70യുടെ ഓപ്പോസിറ്റ് ആരാ? YZ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇവിടെ എഴുതാം. ഇനി ഇവിടെ എഴുതുന്നുണ്ട്. അടുത്ത തേർഡ് സൈഡ് ഏതാ നമ്മൾ പറഞ്ഞത്? 70യുടെ ഓപ്പോസിറ്റ് ഇവിടെ LM അല്ലേ. LM ഈക്വൽ ടു ഇവിടെയോ 70യുടെ ഓപ്പോസിറ്റ് ഇത് അല്ലേ. ZY അല്ലെങ്കിൽ YZ എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല.
YZ ഇതാണ് ഈക്വൽ. അപ്പോൾ നമുക്ക് 3 സൈഡുകൾ കിട്ടിയല്ലോ. NM ഈക്വൽ ടു XZ, LN ഈക്വൽ ടു XY, LM ഈക്വൽ ടു YZ. ഇതിൻ്റെയൊക്കെ റീസൺ എന്താണ്? ഇതെന്താ റീസൺ? ഇത് നമ്മൾ എഴുതി ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് സെയിം ആംഗിൾ ഹാവിങ് 30 ഡിഗ്രി അല്ലേ? ഇവിടെയോ ഇതും ഇത് തന്നെയാണ് എഴുതേണ്ടത്. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ആംഗിൾ ആരൊക്കെയാണ്? ഇത് നമുക്ക് അല്ലെങ്കിൽ ഗിവൺ എന്ന് എഴുതിയാലും മതി. കാരണം ക്വസ്റ്റ്യനിൽ അവർ ഓൾറെഡി 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. അപ്പം അങ്ങനെ എഴുതിയാലും നമുക്ക് ആൻസർ ശരിയാണ്. ഇനി ലാസ്റ്റ് നമ്മൾ LM-ഉം അതായത് ഇത് അല്ലേ 70യുടെ ഓപ്പോസിറ്റ് LM-ഉം അതുപോലെ ഇവിടുത്തെ 70യുടെ ഓപ്പോസിറ്റ് ZY-യും ഈക്വൽ ആണെന്ന് എഴുതി. അത് നമുക്ക് എന്ത് എഴുതിയാൽ മതി? അത് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ആംഗിൾസ് ആരൊക്കെയാണ്? ഇതല്ലേ ആംഗിൾ N-ഉം ആൻഡ് ആംഗിൾ X-ഉം ഹാവിങ് 70 ഡിഗ്രി. 70 ഡിഗ്രിയുള്ള ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുകളാണ്. അപ്പോൾ ദേ ആർ ഈക്വൽ. എന്നിട്ട് ഈ പോയിന്റ് കൂടെ നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ആംഗിൾസ് ഹാവിങ് സെയിം മെഷർമെൻറ്റ്, ദേ ആർ ഈക്വൽ അല്ലേ? സെയിം ആംഗിൾ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെ നമ്മളിപ്പോൾ ഇതിലിപ്പോൾ എല്ലാം പ്രൂവ് ചെയ്തു മനസ്സിലായി. ഈ പോയിന്റുകളാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇത് വെച്ചിട്ട് ഇത്രയും പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരൊറ്റ പോയിന്റ് വെച്ചാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത്. ഏതായിരുന്നു ആ പോയിന്റ്? ഒരേ ലെങ്ത്തുള്ള സൈഡുകളുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ആംഗിളുകൾ സെയിം ആയിട്ടുള്ള ആൾക്കാരുടെ ഓപ്പോസിറ്റ് വരുന്ന ആ ആംഗിളുകളുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുകൾ ഈക്വൽ ആയിരിക്കും. ആ ഒരു ഒറ്റ പോയിന്റ് മനസ്സിലായാൽ നമുക്ക് ഇത്രയും പ്രോബ്ലംസ് ഒക്കെ ഈസി ആയിട്ട് തന്നെ ചെയ്യാം. എല്ലാവരും ഇത്രയും പ്രോബ്ലംസ് നന്നായിട്ട് ചെയ്ത് പഠിക്കാം.